ഞാൻ 34 വർഷം സർവീസുള്ള ഒരു അധ്യാപികയും ഹെഡ് മിസ്ട്രസ്സായി റിട്ടയറായ ഒരാളുമാണ്. എനിക്ക് പറയാനുള്ളത് സുരേഷ് സാറിൻ്റെ യോഗ ക്ലാസ്സിനെ കുറിച്ചാണ്. സാറിനെ പോലെ ഇത്ര ആത്മാർത്ഥതയോടെ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരധ്യാപകനെയും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഏത് വിദ്യ പഠിപ്പിക്കുന്നവരും അധ്യാപകർ തന്നെയാണ്. സാറിൻ്റെ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ഏകദേശം 9 മാസത്തോളമായി ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ചേർന്നിട്ട്. പക്ഷേ ഇതിനിടയ്ക്ക് മാസങ്ങളോളം എനിക്ക് ലീവ് എടുക്കേണ്ട ആവശ്യവും വന്നിട്ടുണ്ട് എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട്. ഇപ്പോഴും എല്ലാ ദിവസവും എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും എന്നും സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഇത്രയും ആത്മാർത്ഥതയോടെ ക്ലാസ്സുകൾ, അതായത് യോഗ ക്ലാസ്സുകളും പിന്നെ ഒരുപാട് നല്ല നല്ല ആശയങ്ങളും അത് വോയിസ് മെസ്സേജുകളായിട്ടും ക്ലിപ്പുകളായിട്ടും വീഡിയോകളായിട്ടും ഒക്കെ അദ്ദേഹം ഇടാറുണ്ട്. ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മുടെ ആരോഗ്യകാര്യങ്ങൾ എല്ലാം അദ്ദേഹം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നടക്കുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം. എൻ്റെ നെഞ്ചിനകത്ത് ഒരു ഇടിപ്പോ എന്തൊക്കെയോ ഒരു ശ്വാസം കിട്ടാത്ത അവസ്ഥ, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം. ഒരു കിതപ്പോ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ എൻ്റെ മനസ്സും ശരീരവും എല്ലാം നല്ല ശാന്തമായി നല്ല ആരോഗ്യത്തോടെ തന്നെ. ചില ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അതിൻ്റെ കൈക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതിനാണെങ്കിൽ പോലും സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർമാരോട് ചോദിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്ത് ആരോഗ്യ പ്രശ്നം പറഞ്ഞാലും അതിനുള്ള പരിഹാരങ്ങളും എല്ലാം സാറ് ചെയ്യാറുണ്ട്. ഇത്രയും കൃത്യനിഷ്ഠയോടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും ഞാൻ ആശംസിക്കുന്നു. ഒരു മാസം വളരെ തുച്ഛമായ ഫീസോടുകൂടി ഇത്രയും നന്നായിട്ട് ആത്മാർത്ഥതയോടെ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരധ്യാപകനെ ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നതോ. അപ്പോൾ എന്തു തന്നെയായാലും സാറിൻ്റെ ക്ലാസ്സിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും സാറിൻ്റെ ക്ലാസ് വളരെ കൃത്യതയോടെ അറ്റൻഡ് ചെയ്ത് നല്ല ആരോഗ്യമുള്ളവരായി തീരണമെന്നും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോഴാണ് അദ്ദേഹം യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ വ്യക്തിജീവിതത്തിലും ആരോഗ്യകാര്യത്തിലും എല്ലാം മാനസികമായ ശാരീരികമായ എല്ലാ ആരോഗ്യകാര്യങ്ങളിലും അദ്ദേഹം വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നന്നായി പോകുന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ, അദ്ദേഹത്തിന് ദീർഘകാലം ഇതുപോലെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം അത് നമ്മളെപ്പോലെയുള്ള എല്ലാവർക്കും പ്രയോജനം ചെയ്യും. ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇനിയും ധാരാളം പേർ ആ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത് എല്ലാവരുടെയും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ ഈശ്വരൻ ഇനിയും ആരോഗ്യവും മനസ്സും എല്ലാം നൽകട്ടെ എന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ഞാൻ നൽകുന്നു. ഇത് ആത്മാർത്ഥമായി സത്യസന്ധമായി ഞാൻ പറയുന്നൊരു കാര്യമാണ്. വളരെ ആത്മാർത്ഥതയോടെ പറയുന്ന ഒരു കാര്യമാണ്. മനസ്സിൽ നിന്നും വരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും ഈ തുച്ഛമായ ഫീസിൽ ഇത്രയും നന്നായിട്ട് ഇത്രയും പങ്ക്ച്വാലിറ്റിയിൽ അല്ലെങ്കിൽ ഇത്രയും ശ്രദ്ധയോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന യോഗയാകട്ടെ എന്തുമാകട്ടെ ഒരു അധ്യാപകരെയും നമുക്ക് കാണാൻ കഴിയില്ല. അത് ഇന്നത്തെ കാലത്ത് ഞാനും അധ്യാപക ജീവിതം നയിച്ച ഒരാളാണ്. എനിക്ക് കുട്ടികളോടൊക്കെ വളരെ നല്ല 34 വർഷം അധ്യാപകയായിട്ട് ചെയ്താണ്. എനിക്കറിയാം കുട്ടികളെ. അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണെന്നുള്ള ധാരണയിൽ തന്നെയാണ് അദ്ദേഹം എഴുന്നേൽക്കാത്തവരെയെല്ലാം എഴുന്നേൽപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഞാൻ കൃത്യം എല്ലാ ദിവസവും 4:15 എണീക്കുന്നുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും. പക്ഷേ ചില ദിവസങ്ങളിൽ എനിക്ക് ആരോഗ്യപരമായ കാരണങ്ങളാലും എൻ്റെ അമ്മയുടെ ആരോഗ്യപരമായ കാരണങ്ങളാലും ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. എന്നാലും കഴിയുന്നിടത്തോളം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചെയ്യാത്ത ദിവസങ്ങളിൽ മാനസികമായിട്ട് എനിക്ക് ഒരുപാട് പ്രയാസമുണ്ട്. അത് ഞാൻ അദ്ദേഹത്തിനോട് ഈ അവസരത്തിൽ സോറി പറയുകയാണ്. എന്തു തന്നെയായാലും ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്തും യോഗ ക്ലാസ്സുകൾ നടത്തിയും അദ്ദേഹം ഉന്നതിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട്